ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു അവാർഡ് കിട്ടിയതിനെക്കുറിച്ച് ഗട്ടറസ് UNOയുടെ സെക്രട്ടറി ജനറലിൻ്റെ വരി ഞാനൊന്ന് വായിക്കാം. ഞാൻ കുറേ വായിച്ചത് മനസ്സിലാക്കി അത് എൻ്റേതായ ഭാഷയിലൂടെ നിങ്ങളോട് പറയുന്നതിനേക്കാളും നല്ലത് ഈ പത്രത്തിലുള്ളത് അതേപോലെ വായിക്കാം. ഐക്യരാഷ്ട്രസഭയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് അവാർഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ഡൽഹിയിൽ നിന്ന ചടങ്ങിൽ UN ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗട്ടറസും UNEP എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഐറിക് സോഹെൽമും ചേർന്നാണ് അവാർഡ് പ്രധാനമന്ത്രിക്ക് നൽകിയത്. ഒന്ന് നോക്കുക, 60 വർഷം ഭരിച്ചവർക്ക് കിട്ടാത്തത് 5 വർഷം തികയാത്ത ഒരാൾക്ക് കിട്ടി. ഭരണത്തിൽ അസാമാന്യ അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള ഭരണാധികാരികളായിരുന്നു ഇത്രയും കാലം ഭരിച്ചത്. ജനനം മുതൽക്ക് തന്നെ ഭാരതത്തെ ഭരിക്കേണ്ടത് എങ്ങനെയാണെന്ന് കണ്ടും കേട്ടും പഠിച്ചവരായിരുന്നു ഭാരതത്തെ കാര്യമായിട്ട് ഭരിച്ചത്. അതിലൊന്നിലും പെടാതെ ഒരു ചായക്കടക്കാരൻ്റെ മകനായി ജനിച്ച് വളരെ ഡൗൺ ടു എർത്ത്, ആവശ്യമുള്ള സമയത്ത് അപ് ടു ദ സ്കൈ ഉയരാൻ കഴിവുള്ള അദ്ദേഹത്തിന് ആ അവാർഡ് കൊടുത്തു എന്നുള്ളത് അഭിമാനാർഹമായിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ പ്രധാനമന്ത്രിക്ക് അത് കിട്ടിയതിൽ മാതാവായി കണക്കാക്കി പ്രകൃതിയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ഊന്നൽ നൽകുന്ന ഇന്ത്യൻ മൂല്യങ്ങൾക്കും സംസ്കാരത്തിനും ലഭിച്ച അംഗീകാരമാണ് ഇത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അയം മാതാ പൃഥിവി പുത്രോഹം പൃഥിവ്യ. ഈ ഭൂമി എൻ്റെ അമ്മയാണ്, ആ അമ്മയുടെ മകനാണ് ഞാൻ എന്ന വീക്ഷണത്തിലൂടെ ഭൂമിയെ സംരക്ഷിക്കുക. നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാം ഏവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി. വായുവിനെ ഈശ്വരനായിട്ട് കാണുക. ഇമ ആപ ശിവ സന്തു ശുഭാശുദ്ധാശ്ച നിർമ്മല പാവന ശീതളാശ്ചൈവ പൂതാ സൂര്യസ്യ രശ്മിഭിഹി. ഈ വെള്ളം അത്ര പവിത്രമാണെന്ന് പറഞ്ഞ വെള്ളത്തിനെ ദൈവീകമായിട്ട് കാണുക, ഭൂമിയെ ദൈവീകമായിട്ട് കാണുക, വൃക്ഷങ്ങളെ ദൈവീകമായിട്ട് കാണുക. ദശകൂപ ഏകവാപി ദശവാപി ഏകനദി ദശനദി ഏകപുത്ര ദശപുത്രോ ഏകവൃക്ഷ. നല്ലൊരു വലിയ ശാർങ്ങധരന്റെ വൃക്ഷായുർവേദം AD 950 എഴുതിയ പുസ്തകത്തിലാണ് ഇത് പറയുന്നത്. 10 കിണർ കുഴിക്കുന്നതിന് പകരം ഒരു കുളം കുഴിക്കുക, 10 കുളം കുഴിക്കുന്നതിന് പകരം ഒരു നദി ഉണ്ടാക്കുക, 10 നദി ഉണ്ടാക്കുന്നതിന് പകരം ലോകത്തിന് നന്മ വരുത്തുന്ന ഒരു പുത്രനെ ജന്മം നൽകുക. 10 പുത്രന്മാർക്ക് തുല്യമാണ് ഉജ്ജ്വലമായിട്ടുള്ള ഒരു വൃക്ഷം വെച്ച് പിടിപ്പിക്കുക. ദശപുത്രോ ഏകവൃക്ഷ. അങ്ങനെ പറഞ്ഞ ആ എൻവയോൺമെന്റൽ കൺസെപ്റ്റുള്ള രാഷ്ട്രമാണ് ഭാരതം. നരേന്ദ്രമോദിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് പ്രവർത്തികമാക്കുന്ന യഥാർത്ഥ രാഷ്ട്രത്തലവനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് UN സെക്രട്ടറി ജനറൽ പറഞ്ഞു. ഏതായാലും പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് പറയുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി, ഒരു ഭാരതീയ പൗരൻ ഉണ്ടായി എന്ന് ലോക സംഘടനയുടെ നേതാവ് പറഞ്ഞത് ഭാരതീയർക്ക്, ആ പാർട്ടിയിൽ ഇല്ലാത്തവർക്കും വേണമെങ്കിൽ അഭിമാനിക്കാൻ വക നൽകുന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച സക്രിയമായ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പ്രധാനമന്ത്രി മോഡിയുടെ ദീർഘവീക്ഷണവും നേതൃഗുണവുമാണ്. പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞ് അവയ്ക്ക് പരിഹാരം കാണാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിക്കുന്നതായും സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. മനുഷ്യനും പ്രകൃതിയും തമ്മിൽ വളരെ സവിശേഷമായ ഒരു ബന്ധമാണ് ഭാരത സംസ്കാരത്തിനുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മറ്റെല്ലാ വീക്ഷണങ്ങളും മറ്റെല്ലാ മതങ്ങളും പറയുന്നു ദൈവം ഈ പ്രകൃതിയിലുള്ളതെല്ലാം ഉണ്ടാക്കിയത് മനുഷ്യന് വേണ്ടിയാണ്, അതിനെ കൊന്നും കൊല വിളിച്ചും തിന്നാൻ നിനക്ക് അവകാശമുണ്ട്. മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവി, അതുകൊണ്ട് പ്രകൃതിയിലുള്ളതെല്ലാം ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന മനുഷ്യനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എക്സ്പ്ലോയിറ്റിംഗ് ദ നേച്ചർ എന്നൊരു വാക്കാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചിരുന്നത്. യൂട്ടിലൈസിങ് ദ നേച്ചർ, അതാണ് ഭാരതം ഉപയോഗിച്ചിരുന്നത്. മനുഷ്യന്റെ ആവശ്യത്തിനുള്ളതെല്ലാം പ്രകൃതിയിലുണ്ട്, മനുഷ്യന്റെ അത്യാഗ്രഹത്തിനുള്ളത് പ്രകൃതിയിലില്ല എന്ന് വേദമന്ത്രമാണ് സ്വാമി വിവേകാനന്ദനും മഹാത്മാഗാന്ധിയും ആവർത്തിച്ചത്. ഇന്ന് ലോക ജനത അത് സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ പ്രകൃതി മാതാവാണ് നമ്മെ വളർത്തിയതും പരിപോഷിപ്പിക്കുന്നതും. അയം മാതാ പ്രകൃതി, അയം മാതാ പൃഥ്വി, രണ്ടും ശരിയാണ്. നദീനടങ്ങളിലാണ് ആദിമ സംസ്കാരങ്ങൾക്ക് തുടക്കമിട്ടത്. വെള്ളമാണ് സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം. പ്രകൃതിയുമായി സമരസപ്പെട്ട് ജീവിക്കുന്ന സമൂഹങ്ങൾ പുഷ്ടിപ്പെടുകയും സമ്പൽ സമൃദ്ധമാവുകയും ചെയ്യും. മോഡി പറഞ്ഞു,
രാജ്യത്തെ 130 കോടി ജനങ്ങളുടെ പിന്തുണയോടെയാണ് സ്വച്ഛ ഭാരത് പദ്ധതി മുന്നോട്ട് പോകുന്നത്. 8.5 കോടി കുടുംബങ്ങൾക്കാണ് രാജ്യത്ത് ടോയ്ലറ്റുകൾ, കക്കൂസുകൾ നിർമ്മിച്ചത്. 40 കോടി ജനങ്ങൾക്ക് വെളിയിട വിസർജനത്തിന്റെ മോചനം ലഭ്യമായി. 39% നിന്ന് 99%ത്തിലേക്കാണ് ശുചിത്വ പരിധി ഉയർന്നത്. അന്താരാഷ്ട്ര മലിനീകരണത്തിന് വഴിവെക്കുന്ന വിറക് ഉപയോഗിച്ചിട്ടുള്ള പാചകം ഒഴിവാക്കി ഉജ്ജ്വൽ യോജന വഴി 5 കോടി പുതിയ കണക്ഷനുകളാണ് കൊടുത്തത്. 5 കോടി പുതിയ കണക്ഷനുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 20 കോടി വ്യക്തികൾക്കാണ് അത് പ്രയോജനപ്പെട്ടത്. 4.5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 4 വർഷം കൊണ്ട്. വെറുതെ ഇരുന്ന് ചിന്തിക്കാം. ഈ 10, 60, 65 വർഷം കൊണ്ട് സാധിക്കാത്തത് ഏതാണ്ട് 5 വർഷത്തിൽ താഴെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഭാരത ജനത ഇന്ന് ഭരിക്കുന്ന നേതാവിൻ്റെ കൂടെയുണ്ട്, ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. നോട്ട് പിൻവലിച്ചപ്പോഴും മറ്റു പലതിലും ഹർത്താൽ നടത്തിയപ്പോഴും പത്രമാധ്യമങ്ങളിലൂടെ ആക്രോശിച്ചപ്പോഴും ഭാരതം ഒരു ആഭ്യന്തര വിപ്ലവത്തിന് അടിപ്പെട്ടില്ല. ശാന്തമായി തന്നെ ഭാരതം മുമ്പോട്ട് പോയി. അതാണ് ഭാരതത്തിനെ ഉൾക്കൊള്ളാനുള്ള കഴിവ്. പ്രണാമം, നമസ്കാരം.